സ്ലാങ് വേർഡ്സുകളെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഭാഷയിലേക്ക് ഓരോ കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഭാഷയിലേക്ക് പുതിയ പദങ്ങൾ വരും. അന്യഭാഷകളിൽ നിന്നും കാലം മാറുന്നതനുസരിച്ചുള്ള ജീവിത രീതി മാറുമ്പോൾ, പുതിയ ജീവിത സമ്പ്രദായം വരുമ്പോഴൊക്കെ ഭാഷയിലെ രൂപഭേദങ്ങളായിട്ട് വാക്കുകൾ കടന്നു വരും. ചിലത് അത് ഭാഷയിൽ എഴുത്തുഭാഷയ്ക്ക് അത് വളരെ ഒരു നിധിയായിട്ട് മാറുകയും ചെയ്യും. ഈ സംസാര ഭാഷയിൽ ഒരു ഫാഷനായിട്ട് വസ്ത്രങ്ങളൊക്കെ ഫാഷനായിട്ട് വരും. ആ ഫാഷൻ പിന്നെ പോയി വേറെ രീതി വരുമല്ലോ. അതുപോലെ സംസാര ഭാഷയിലേക്ക് വിശേഷിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ വരുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. അത്തരം വാക്കുകളാണ് സ്ലാങ് വേർഡ്സുകൾ. അതേപ്പറ്റിയാണ് പറയുന്നത്. അതിങ്ങനെ ഫാഷനായിട്ട് വരും. ആ പദങ്ങൾ പിന്നീട് മറിഞ്ഞ് വേറെ കാലം കഴിയുമ്പോൾ വേറെ സ്ലാങ്ങുകൾ കടന്നു വരും. ഒരു വീട്ടിൽ ഒരു കാരണവർ മരിച്ചു. കാരണവർ മരിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കർമ്മങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം ആളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ചുവരിൽ വയ്ക്കും. ആ വീട്ടിലേക്ക്, അങ്ങനെ ഉണ്ടായ ഒരു വീട്ടിലേക്ക് ആ വീട്ടിലെ മകൻ്റെ കൂട്ടുകാരനും ഒക്കെ വന്നപ്പോൾ ഈ ചിത്രം കണ്ടിട്ട്, ഈ ഫോട്ടോ കണ്ടിട്ട് അഭിപ്രായപ്പെട്ടു, കാരണവർ പടായി. പണ്ട് ഈ ഫോട്ടോയ്ക്ക് പടം എന്ന് പറയുമല്ലോ, പടായി എന്ന് പറഞ്ഞു. അയാളുടെ കൂട്ടുകാരോട് പറഞ്ഞു, ആ വീട്ടിലെ കാരണവർ പടായി എന്ന് പറഞ്ഞു. അതങ്ങനെ പ്രചരിച്ചു. എന്തായി? പടായി എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നായി, ഉള്ള അർത്ഥമായി. അപ്പം ഈ പടായി എന്നുള്ളതാണ് ഈ സ്ലാങ് ആയിട്ട് വരുന്ന വാക്കുകൾ എന്നാണ്. ഒരാളിങ്ങനെ സംസാരിക്കുമ്പോൾ ചിലരുടെ സംസാരം മുഷിപ്പനാവും. എന്നാൽ അയാൾ സംസാരപ്രിയനുമാവും. അപ്പോൾ അയാളെ കാണുമ്പോൾ ആൾക്കാർ പറയുമോ, അയാളുടെ അടുത്തേക്ക് പോകേണ്ട സംസാരമാകെ കത്തിയാവും എന്നാണ്. ഈ കത്തിയായിരുന്ന ഒരു സ്ലാങ്ങായിട്ട് ഈ കുറച്ച് മുമ്പ് വരെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഈ കത്തി എന്ന് പറഞ്ഞാൽ അത് വേറൊരു അർത്ഥമാണ്. ഒരു കാര്യം നല്ലവണ്ണം വെടിപ്പായിട്ട് മനസ്സിലായി, അവന് കത്തി, ആ പറഞ്ഞത് മനസ്സിലായി എന്നുള്ളൊരർത്ഥത്തിലേക്ക് കത്തി എന്നുള്ള വാക്ക് മാറുകയാണ്. അപ്പം ഇതിലെ കത്തി ഇപ്പോൾ നിലവിലുള്ളൊരു സ്ലാങ് വേർഡ്സാണ്. യഥാർത്ഥത്തിൽ കത്തി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുള്ള ആയുധമാണല്ലോ. ആ അർത്ഥമൊക്കെ മാറിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ളതാണ് സ്ലാങ് വേർഡ്സ്. സീനായി എന്നാണ് അർത്ഥം. കുട്ടി സിനിമയ്ക്ക് പോയി, വീട്ടിൽ പറയാതെ പോയി. ചെറുപ്പക്കാരൻ, തീരെ കുട്ടിയല്ല, ഒരു കൗമാര പ്രായമുള്ള കുട്ടി സിനിമയ്ക്ക് പോയി. എന്നിട്ടോ വീട്ടിൽ അച്ഛനും അമ്മയോടും പറഞ്ഞില്ല. അങ്ങനെ പറയാതെ പോയി. വീട്ടിൽ വന്നപ്പോൾ നീ എന്തുകൊണ്ട് പറയാതെ പോയി? അച്ഛൻ ശകാരിച്ചു, അമ്മ ശകാരിച്ചു, ആകെ പ്രശ്നമായി. പിന്നെ അടുത്ത ദിവസം അവൻ കൂട്ടുകാരോട് പറയണേ, എടാ ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് പോയത് വീട്ടിലാകെ ഒരു സീനായി എന്നാണ് പറയുന്നത്. അപ്പം സീനായി എന്ന് പറഞ്ഞാൽ പ്രശ്നമായി എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു. ചിലര് ഈ പാവങ്ങളെ ഒക്കെ ഗ്രൂപ്പിൽ ചേരുമ്പോൾ തേജോവധം ചെയ്യും, അപമാനിക്കും, ഇൻസൾട്ട് ചെയ്യും. ഇന്നത് പോരാ എന്നാണ് ചെറുപ്പക്കാരുടെ ഒരു അഭിപ്രായം. നിർത്തിപ്പൊരിക്കുക, വറുക്കുക എന്നൊക്കെ പറയില്ല, റോസ്റ്റ് ചെയ്യുക എന്നാണ്. ഇന്നയാളെ റോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിർത്തിപ്പൊരിച്ചു എന്നുള്ള ഒരർത്ഥമാണ് പറയുക. അങ്ങനെ ഉള്ള അർത്ഥങ്ങൾ പലതും ഇങ്ങനെ വരും. ഗ്രൂപ്പിലൊക്കെ ചേരുമ്പോൾ ഇപ്പം 4-5 കൂടി സംസാരിക്കുന്നു, അല്ലെ 3 ആൾ സംസാരിക്കുന്നു. അതിൽ ഒരാൾക്ക് ആ ഗ്രൂപ്പിനോട് ചേരാൻ പറ്റാതെ വരിക.
അയാളിങ്ങനെ തനിച്ചായി പോവുക, അവരോട് സംസാരിക്കാൻ യോജിക്കാതെ വരിക. അങ്ങനെ വരുന്നതിനൊക്കെ പറയുന്നത് ടോക്സിക് എന്നാണ്. അയാൾ ടോക്സിക്കായി എന്നാണ്. അതൊരു സ്ലാങ്ങാണ്. റിയൽ എന്നൊരു സ്ലാങ് ഉണ്ട്. ഒരു സംഭവം, രസകരമായ ഒരു സംഭവം, അതൊരു വീഡിയോ ആയിട്ട് പിടിക്കാം. അങ്ങനെയുണ്ടല്ലോ, കഥകൾ രസകരമാണ്. കഥകളെ പോലെയോ അതിനേക്കാൾ മെച്ചമായ ചില സംഭവം ഉണ്ടാവും. അപ്പോൾ ഒരു ലഘു സംഭവം അതൊരു വീഡിയോയിലായിട്ട് പിടിക്കാൻ പറ്റിയതായാൽ അതിന് റീൽ എന്ന് പറയും. അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഇനിയുണ്ട് സ്ലാബുകൾ ധാരാളം. ഷോ ഫ്ലെക്സാണ്. സസ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തലാണ്. പക്ഷേ സസ്പീഷ്യസ് എന്നുള്ളതിൻ്റെ, സംശയം എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് സസ് എന്ന് ഉപയോഗിക്കും. ഇങ്ങനെ സ്ലാബുകൾ അനവധിയാണ്. പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ട് സ്ലാങ്ങുകൾ, വാക്കുകൾ. ചങ്കാണ്, ചെളിയായി, ഇങ്ങനെ കുറേ വാക്കുകൾ ഇങ്ങനെ ധാരാളമായിട്ട് ഈ സ്ലാങ് വേഴ്സുകളെ പറ്റി പറയാനുണ്ട്. ഓരോ ജില്ലകൾക്കും പ്രത്യേക സ്ലാങ്ങുകളുണ്ട്. അവയൊക്കെ അറിയാൻ ആ ഓരോ ജില്ലയിലെയും പോയി നമ്മൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ അത് നമുക്ക് അത് കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രാദേശിക ഭേദം വേറെയുണ്ട്. അതുകൂടാതെ സ്ലാങ് വേഴ്സുകളും ഇങ്ങനെ ധാരാളം ഭാഷയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നാണ് ഇത് വരുന്നത്. ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് സ്ലാങ് വേഴ്സുകൾ ധാരാളം ഭാഷയിലേക്ക് കടന്നു വരുന്നു. ഇത് ഒരു ഫാഷനാണ്. അത് പോകും. സ്ലാങ്